അംബേദ്കർ വളരെ കൃത്യമായിട്ടിത് അദ്ദേഹത്തിൻ്റെ റിഡിൽസ് ഇൻ ഹിന്ദുയിസത്തിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ അഗ്രസീവായിട്ടുള്ള എക്സ്ട്രീംലി വയലൻ്റ് ആയിട്ടുള്ള ചില കഥകൾ മാത്രം സനാതന മതത്തിൽ നിന്ന് ചെറിപ്പിക്ക് ചെയ്ത് അതിൻ്റെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനും അതിൻ്റെ ഏറ്റവും കൂടുതൽ റീപ്രൊഡക്ഷനും കണ്ടൊരു നാടും കൂടിയാണ് നമ്മുടെ നാട്. പെർട്ടിക്കുലർലി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോഴ്സ് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ കണ്ണൂർ പഠിപ്പിക്കുന്നതിന് മുമ്പേ ഡൽഹിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ അവിടെ ഫോറിൻ സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ക്ലാസ്സാണ്. അപ്പം പെർട്ടിക്കുലർലി ആഫ്രിക്കൻ നേഷൻസിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇന്ത്യ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയാണ്. ആദിമകാലം തൊട്ട് നമുക്ക് പ്ലൂറലിസം കാണാൻ പറ്റും, പല രീതിയിലുള്ള മനുഷ്യരെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഹാരപ്പയുടെ DNA അനാലിസിസ് എടുത്ത് നോക്ക്, പല ടൈപ്പ് ഓഫ് ജീനോടൈപ്സ് ഉള്ള മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പല റേസുകളുള്ള മനുഷ്യരായിരിക്കാം അത്. ഇതെല്ലാം പറയും. അവസാനം സൗത്ത് ഇന്ത്യയുടെ കഥ പറയും, ഈസ്റ്റ് ഇന്ത്യയുടെയും നോർത്ത് വെസ്റ്റ് ഇന്ത്യയുടെയും കഥ പറയും. ഇതെല്ലാം പറഞ്ഞ് കഴിയുമ്പം അതിലെനിക്കൊരു സുഡാനി ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അവനാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവൻ എന്നോട് ചോദിച്ചു, യു ഹാവ് സോ മച്ച് പ്ലൂറലിസം, യു ഹാവ് സോ മെനി ട്രൈബ്സ്, യു ഹാവ് സോ മെനി കാസ്റ്റ് ആൻഡ് യു ഹാവ് ഓൾ കോഎക്സിസ്റ്റഡ്, ബട്ട് ഡിഡ് യു കോഎക്സിസ്റ്റ് ഈക്വലി? ആൻഡ് ദിസ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ മീ. നിങ്ങൾ ഭയങ്കര സഹവർത്തിത്വം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പല ജാതികളുണ്ട്, പല മതങ്ങളുണ്ട്, പല ക്യുസീൻസ് ഉണ്ട്, പല വംശവിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ സമ്മതിച്ചു, ഞങ്ങളുടെ ആഫ്രിക്കയിലും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ എല്ലാം തുല്യരായിട്ടാണോ നിങ്ങൾ കണ്ടത്? ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ വാസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഫോർ മീ.